ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കാണുന്നത് ദ ബ്ലെസ്ഡ് ഗേൾ ഡ്രാമയുടെ നെക്സ്റ്റ് 2 എപ്പിസോഡാണ്. നിങ്ങൾ ഈ ഡ്രാമ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നേയുള്ള എപ്പിസോഡുകൾ കാണാനാണ് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ഇൻഷയും അനിയത്തിയും കൂടെ പോകുന്നത് വളരെ ദുഃഖത്തോടെ നമ്മുടെ ക്യാപ്റ്റൻ നോക്കി നിൽക്കുകയാണ്. ഈ രംഗം നമ്മുടെ ലിഷയും കാണുന്നുണ്ട്. ലിഷയ്ക്കാണെങ്കിൽ ക്യാപ്റ്റൻ്റെ ഒരു അവസ്ഥ കണ്ടു ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ നമ്മുടെ ക്യാപ്റ്റൻ്റെ അടുത്ത് പോയിട്ട് അവളുടെ കയ്യിലുള്ള പവർ വെച്ചിട്ട് പതുക്കെ അവന് നടക്കാനുള്ള ഒരു ശക്തിയെ കൊടുക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഇൻഷയും അനിയത്തിയും കൂടെ പോകാൻ വേണ്ടിയിട്ട് പറക്കും കപ്പലിലോട്ട് കയറാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. ആ സമയം അവർ നമ്മുടെ ക്യാപ്റ്റനെ കണ്ടിട്ട് ഇപ്പം നിനക്ക് എങ്ങനെ നടക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ ക്യാപ്റ്റനും ഈ നാട്ടിൽ എനിക്ക് നല്ല അടുത്ത സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്, അവരിൽ ഒരാൾ കാരനാണ് എനിക്കിപ്പം നടക്കാൻ പറ്റുന്നതെന്ന് പറയും. അതെന്തായാലും ആവട്ടെ, ഞാൻ എന്തായാലും ലിഷയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇൻഷ അവിടെ നിന്ന് ലിഷയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. ഇൻഷയെ കണ്ടത് ലിഷയാണെങ്കിൽ അവനൊരു ഗിഫ്റ്റ് വെച്ച് നീട്ടും. ഇതെന്താ സാധനം എന്ന് അവൻ ചോദിക്കുമ്പം അവൾ പറയുന്നുണ്ട്, ഇതുപോലൊന്ന് എൻ്റെ കയ്യിലുണ്ട്, നീ പോയ ശേഷം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്കിവിടെ നിന്ന് അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ഇൻഷയ്ക്ക് പറയും, ഓ വരെ നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൂടി വരികയാണല്ലേ എന്ന്. അപ്പം ലിഷ പറയും, ഇഷ്ടം മാത്രമല്ല അസൂയയും കൂടി വരുന്നുണ്ട്, നീ എങ്ങാനും ആ നാട്ടിൽ പോയിട്ട് വേറെ ഏതെങ്കിലും പെണ്ണിൻ്റെ അടുത്ത് ചിരിച്ചെന്നോ നോക്കിയെന്നോ അറിഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല. ശരി, ഞാൻ പോയിട്ട് വരുന്നവരെ നല്ല അനുസരണയുള്ള കുട്ടിയായിട്ടിരിക്കണം, പിന്നെ ഞാൻ വരാൻ വേണ്ടി നീ കാത്തിരിക്കണം എന്ന് ഇൻഷ പറയുന്നത് കേൾക്കുന്ന ലിഷയ്ക്ക് മനസ്സിലാവും ഇൻഷയ്ക്കും അവളുടെ അടുത്ത് ഇഷ്ടമാണെന്നുള്ള കാര്യം. അത് കേട്ട് അവളാണെങ്കിൽ തുള്ളി ചാടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇൻഷയും അനിയത്തിയും എല്ലാവരുമായിട്ട് ആ ഒരു കപ്പൽ തുറമുഖത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം തീരുമാനിച്ച പോലെ ഇൻഷ അനിയത്തിയായിട്ട് കപ്പലിലോട്ട് കയറുന്നുണ്ട്. എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കുന്നു ചേട്ടാ, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനിയത്തി റൂമിലോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ ആ കപ്പൽ അങ്ങ് പറന്നുയരുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അനിയത്തി പോയി എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അനിയത്തി നമ്മുടെ ക്യാപ്റ്റൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ അവളും ചോദിക്കും, എന്താ നിനക്ക് ഇപ്പം എന്നെ വിശ്വാസമായോ എന്ന്. ശരിക്കും അനിയത്തിയുടെ ഒരു രൂപത്തിന് ഇൻഷയുടെ കൂടെ അയച്ചത് നമ്മുടെ ലിഷയാണ്. അനിയത്തി പറയും, എന്തായാലും നമുക്ക് ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ, ചേട്ടൻ്റെ കൂടെ ഉള്ളത് ഞാനല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കല്യാണവും നടക്കത്തില്ല എന്ന്. അപ്പോൾ ക്യാപ്റ്റൻ പറയും, നമ്മുടെ കല്യാണം ഇന്ന് തന്നെ നടക്കും, അത് ഈ ഭൂമിയിൽ വെച്ചല്ല, ആ പറക്കും കപ്പലിൽ വെച്ചാണെന്ന് ക്യാപ്റ്റൻ പറയുന്നുണ്ട്. അടുത്ത സീനിൽ കാണുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു അഗ്നിനഗരത്തിലെ തീക്കകത്തോട്ട് ചാടി ഫ്യൂഷൻ മാന്ത്രികക്കല്ലായിട്ട് ഹീറോയിനെ രക്ഷിക്കാം എന്നുള്ള പ്ലാനിൽ നമ്മുടെ മെങ്ങിനെയും കൂട്ടിക്കൊണ്ട് നിൽക്കുകയായിരിക്കും. പ്ലാനെല്ലാം പാതിയാണെങ്കിലും അവൻ ചാടുമെന്നുള്ള തീരുമാനത്തിൽ ചാടാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ വരുന്നുണ്ട്. എന്നിട്ട് അവനെ വന്ന് പിടിച്ചിട്ട്, എടാ നീ എന്താ ഈ കാണിക്കുന്നത്, നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഓടിപ്പറിച്ച് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നീ എന്താ സൂയിസൈഡ് ചെയ്യാൻ പോവാണോ എന്ന്. അവളെ കണ്ട ഒരു സന്തോഷവും നമ്മുടെ ഹീറോയ്ക്കില്ല. അവളെ അങ്ങ് തള്ളി മാറ്റിയിട്ട് പറയാം, എൻ്റെ മുമ്പിൽ നിന്നെ രക്ഷിക്കാൻ ഇതല്ലാണ്ട് വേറൊരു മാർഗവുമില്ല മെങ്, ഞാൻ നിനക്കൊരു ഉത്തരവിടുകയാണ്. ഞാൻ ഇതിൽ ചാടി മരിച്ചു കഴിഞ്ഞാൽ ഹീറോയിൻ്റെ ശക്തി കൊണ്ട് നീ ആ മാന്ത്രിക കല്ല് എടുക്കണം, പിന്നെ അവളെ ഈ ഒരു ദൈവത്തിൻ്റെ ശക്തിയിൽ ബാധിച്ചിരിക്കുന്ന അവളെ നീ സുഖപ്പെടുത്തണം, പോരാത്തതിന് അവളുടെ ഓർമ്മയിൽ നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും മായ്ച്ചു കളയണമെന്ന് പറഞ്ഞ് ഹീറോയിനെ തള്ളി മാറ്റിയിട്ട് അവൻ ആ തീയിലോട്ട് എടുത്ത് ചാടുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഉള്ളതുകൊണ്ട് തന്നെ ചാടി അവനെ അവളുടെ പവർ ഉപയോഗിച്ച് പതുക്കെ പൊക്കി കിടക്കുന്നുണ്ട്. എന്നിട്ട് കരയിൽ വന്നതിന് ശേഷം അവനിട്ട് അരിച്ചമ്പൂര് ചാടി കൊടുക്കുകയാണ്. നീ എന്തോടാ മണ്ടനാണോടാ, നിനക്ക് വേണ്ടി എൻ്റെ പപ്പയും ഞാനും എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി നാട്ടുകാരുടെ മുമ്പിലെല്ലാം മോൺസ്റ്റർ എന്നൊരു പേരും വാങ്ങിച്ച് ഞാനിവിടെ വന്നപ്പോൾ നീ എന്താ കാണിക്കുന്നതെന്ന്. എന്നിട്ട് ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയോട് അവൾ പറയുമ്പോഴാണ് ഹീറോ ഒന്ന് കൂളാവുന്നത്. അവരങ്ങനെ പുറത്തു വന്ന ശേഷം നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ മെങ്ങിനെ വളഞ്ഞിട്ടിട്ട്, നീ എന്തോന്നാടാ കാണിക്കുന്നത്, നീ മരിച്ചു പോയെന്ന് വിചാരിച്ച് ഞാൻ എന്തോരം വിഷമിച്ചു, എന്തോരം കരഞ്ഞു, നീ എന്നിട്ട് നീ കള്ളം കാണിച്ചാണല്ലേ, ഇതും നമ്മുടെ ഹീറോയുടെ വാക്കായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. മെങ് പറയും, കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഈ ഹോക്കോൻ രാജ്യം കഴിഞ്ഞ് നമുക്ക് പുറത്തോട്ട് പോയതിനു ശേഷം ഞാനിതൊക്കെ പറയാമെന്ന്. എന്തായാലും നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോയിൻ കുറേ വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് മൂന്നേരും കൂടെ അവിടെ നിന്ന് പുറത്തു പോകാൻ നോക്കുമ്പോഴാണ് ആ ഒരു നാട്ടിലുള്ള എല്ലാവരും കൂടെ നമ്മുടെ ഹീറോയിനെ എല്ലാവരും വളഞ്ഞിട്ട് പിടിക്കുന്നത്. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പടയാളി വെപ്രാളത്തിൽ ഓടി വന്നിട്ട് പറയും, നമ്മുടെ അഗ്നി നഗരത്തുള്ള തീയാണെങ്കിൽ നമ്മുടെ രാജ്യത്തോട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവര് വരെ അത് കാരണം തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഇത് അടച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ആ തീ അണയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അന്ന് രാത്രി പപ്പ, നമ്മുടെ വു, നമ്മുടെ ക്യാപ്റ്റൻ, അനിയത്തി ഇവരെല്ലാവരും പറക്കുന്ന കപ്പലുണ്ടായിരിക്കും. അപ്പോൾ പപ്പയെ, നീ എന്തിനാ ഈ പറക്കുന്ന കപ്പൽ എന്നെ കൊണ്ടുവന്നെന്ന് വുവിനോട് ചോദിക്കുമ്പോൾ വു പറയും, നമുക്ക് ആ ഒരു ഫ്യൂഷൻ മാന്ത്രിക കല്ല് വേണമെങ്കിൽ അതിന് നമ്മുടെ ക്യാപ്റ്റൻ്റെ കല്യാണം നടക്കണം, അതിന് വേണ്ടിയിട്ട് ക്യാപ്റ്റൻ പറഞ്ഞു നിന്നെ എൻ്റെ കൂടെ നിർത്തിയിരിക്കാം, അതിന് വേണ്ടിയിട്ടാണെന്ന്.
അത് കേൾക്കുന്ന പപ്പയും പറയും, അതിന് എനിക്ക് നിന്നോട് ഒരു ഇഷ്ടവും ഇല്ലല്ലോ എന്ന്. ക്യാപ്റ്റന് ഈ കപ്പലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വൂ ഉണ്ടെന്ന് പറയും. അവനും തേടി പിറക്കി കണ്ടുപിടിച്ച് അവൻ്റെ മൂക്കിനിട്ട് ഇടിയെടുക്കുന്നുണ്ട്. ചോരയാണെങ്കിൽ ഒരുപാട് വരും. ആ സമയം ക്യാപ്റ്റൻ പറയും, നീ എന്തിനാ എന്നെ പഠിച്ചത്? നിനക്കറിയില്ലേ നിന്റെ മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു മാന്ത്രികക്കല്ലാണ് വേണ്ടതെന്ന്. പക്ഷെ ഞാനത് നിനക്ക് തരണമെങ്കിൽ നീ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നീ വൂ ഒന്നിച്ചിരിക്കണം. അല്ലാണ്ട് ഞാൻ മരിച്ചാൽ പോലും ആ മാന്ത്രികക്കല്ല് എവിടെയാണെന്നുള്ളത് നിനക്ക് കിട്ടാൻ പോണില്ല എന്ന്. അപ്പം നമ്മുടെ പപ്പയാണെങ്കിലും വേറെ നിവർത്തിയൊന്നുമില്ല. ഭാര്യ മരിച്ചതിന് ശേഷം മോള് മാത്രമല്ലേ അവനുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ഒന്നിച്ചിരിക്കാം എന്നുള്ള ഡീലിന് അവൻ ഓക്കെ പറഞ്ഞ് ഒന്നിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റനും അനിയത്തിയും കൂടെ കുട്ടി കുട്ടി റൊമാൻസ് എല്ലാം കിടക്കുന്നത് കാണിക്കും. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ശരിക്കുള്ളതാണെന്ന്. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. ഈ സ്വപ്നങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു സ്വപ്നം കൊടുക്കുന്ന ആളാണ്. ശരിക്കും നമ്മുടെ പപ്പ അവൻ്റെ മുഖത്തിട്ട് ഇടികൊടുക്കുന്ന വരെയുള്ള സത്യം. അതിനുശേഷമുള്ള നടന്നതെല്ലാം അവൻ കൊടുത്ത സ്വപ്നങ്ങളാണ്. ഇതെല്ലാം സത്യം എന്ന് വിചാരിച്ച് ക്യാപ്റ്റൻ സുഖമായിട്ട് കിടന്നുറങ്ങിയായിരിക്കും. ആ സമയം നമ്മുടെ അനിയത്തിയുടെ അടുത്ത് പപ്പ പറയും, ഇത് ഞാനും വൂ കൂടി എടുത്തൊരു പ്ലാനാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇപ്പം നമ്മുടെ ക്യാപ്റ്റൻ നമുക്ക് ഫ്യൂഷൻ മാന്ത്രികക്കല്ല് വാങ്ങാൻ ഒരു കാര്യമുണ്ട്. ഇവൻ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ സ്വപ്നമാണോ സത്യമാണെന്ന് അവൻ അറിയത്തില്ല. നാളെ ഉണരുന്ന സമയത്ത് നീ അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു മാന്ത്രികക്കല്ല് ചോദിച്ചു വാങ്ങിക്കണമെന്ന് നമ്മുടെ അനിയത്തിയാണെങ്കിലും ഓക്കെ പറയുന്നുണ്ട്. അത് കിട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവനെ അടിച്ച് പരത്താമെന്ന് പറയുന്നുണ്ട്. അവളാണെങ്കിലും എല്ലാത്തിനും ഓക്കെയാണ് പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഉറക്കം എണീറ്റു. അവൻ്റെ അടുത്ത് നമ്മുടെ അനിയത്തി ഉണ്ടായിരിക്കും. അപ്പോൾ അവൻ കണ്ട സ്വപ്നമല്ല സത്യമാണെന്ന് അവൻ വിശ്വസിക്കും. അവൻ്റെ സന്തോഷം അധികം നേരം നീണ്ടില്ല. നമ്മുടെ അനിയത്തി എന്താണ് വിചാരിച്ചതെന്ന് അറിയത്തില്ല. അവളാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റനോട് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ കണ്ടതൊന്നും ശരിക്കും നടന്നതല്ല. അതെല്ലാം നമ്മുടെ വൂവും പപ്പയും കൂടെ നടത്തിയ ഡ്രാമയാണ്. ആ ഒരു സ്വപ്നം കാണാൻ കഴിവുള്ള അയാളുടെ ഹെൽപ്പോടെയെന്ന്. ഇത് കേൾക്കുന്ന ക്യാപ്റ്റനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അനിയത്തി എന്തിനായിരിക്കണം അവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? വേറൊന്നും കൊണ്ടല്ല, അവൾ കല്യാണം കഴിക്കാമെന്ന് സത്യം പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാപ്റ്റന്. ആ ഒരു സത്യം പാലിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എല്ലാം പറഞ്ഞു കൊടുത്തത്. ദേഷ്യത്തിൽ വരുന്ന നമ്മുടെ ക്യാപ്റ്റനാണെങ്കിലും പപ്പയും വൂവിനെയും കണ്ടിട്ട്, നീ എന്നോട് ഇതെന്തിനാടാ ചെയ്തത്? നീ എന്നെ ചതിച്ചല്ലേ എന്ന് ക്യാപ്റ്റൻ ചോദിക്കുമ്പോൾ വൂവിന് മനസ്സിലാവും അനിയത്തി എല്ലാ കാര്യങ്ങളും ക്യാപ്റ്റനടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇനി എന്ത് ചെയ്യാനാ? അവൾ കത്തിയെടുത്ത് ക്യാപ്റ്റനെ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ ക്യാപ്റ്റനാണെ ചിരിക്കുന്നുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു കല്ല് എങ്ങനെ നിങ്ങൾക്ക് കിട്ടും? എങ്ങനെ നിങ്ങളുടെ മോളെ രക്ഷപ്പെടുത്തും? ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പപ്പ പറയും, ക്യാപ്റ്റൻ നിന്റെ വാക്കിനെ ഞാൻ മാനിക്കുന്നുണ്ട്. നീ പറ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാണെന്ന്. അപ്പോൾ ക്യാപ്റ്റനും പറയും, ശരി ഓക്കെ, നിന്റെ മോളെ രക്ഷിക്കാൻ നിനക്ക് ആ മാന്ത്രികക്കല്ല് വേണമെങ്കിൽ നീ ഈ കപ്പലിൽ നിന്ന് താഴോട്ട് ചാടണം. എന്താ ഡീലിന് ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ പപ്പയാണെങ്കിൽ സ്വന്തം മോക്ക് വേണ്ടിയിട്ട് വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടും തന്നെ അവൻ അതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവനാണെങ്കിൽ ആ ഒരു കപ്പലിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുന്നുണ്ട്. പപ്പ താഴെ ചാടി മരിച്ചുപോയി നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ കപ്പലിലിരിക്കുന്ന അനിയത്തിയാണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് അവനെ കുറേ നേരം ഹോൾഡ് ചെയ്യാൻ നോക്കും. എന്നാൽ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരുപാട് ദൂരത്തിൽ പരസ്പരം ആയതുകൊണ്ട് തന്നെ അവളുടെ ശക്തി വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ ആ ഒരു 100 അടിക്ക് മുകളിലുള്ള ഹൈറ്റിൽ നിന്ന് നമ്മുടെ പപ്പ താഴോട്ട് വന്ന് വീഴുന്നുണ്ട്. പേടിച്ചു പോയ നമ്മുടെ വൂ വേഗം നമ്മുടെ പപ്പയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. വന്നു നോക്കുമ്പോൾ ശരീരത്തിന് ഒരനക്കവും ഉണ്ടാവില്ല. നെഞ്ചിൽ തലവെച്ച് നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കാണും. എന്നിട്ട് അവൾ ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കും. അവളുടെ പുറകെ തന്നെ നമ്മുടെ അനിയത്തിയും വന്നിട്ടുണ്ടാവും. പപ്പയ്ക്ക് ഒന്നും പറ്റിയില്ലല്ലോ, ജീവൻ്റെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പം, നീ ചെയ്ത തെറ്റുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചത്. ഇനി മേലാൽ ഞങ്ങളുടെ കൺമുന്നിൽ വന്നു പോവരുതെന്ന് നമ്മുടെ വൂ ഷൗട്ട് ചെയ്യും. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അവനെയും തൂക്കി പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ അനിയത്തിക്കാണെങ്കിൽ താങ്ങാൻ തന്നെ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ ക്യാപ്റ്റനെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞവൾ സത്യം ചെയ്തുകൊണ്ട് തന്നെ അവൻ എത്ര വലിയ തെറ്റ് ചെയ്താലും അവനെ വെറുക്കാനോ അവനെ വിട്ടു പോകാനോ അവൾക്കൊക്കെ സാധിക്കുന്നില്ല. അനിയത്തി ഹൃദയം തകർന്നു നിൽക്കുന്ന ആ ഒരു രംഗം കാണിച്ചാണ് ഈ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി കുറച്ച് എപ്പിസോഡ് കൂടെ ഉള്ളൂ. നമുക്കത് മാക്സിമം 1-2 വീഡിയോയിൽ തന്നെ കവർ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.